സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എപ്പോഴും മുന്നോട്ട്, എവർ ഓൺവേർഡ്സ് എന്നത് ഏത് കായിക മത്സരത്തിന്റെ മുദ്രാവാക്യമാണ്? എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായിക മത്സരത്തിന്റെ മുദ്രാവാക്യമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത്. ഏഷ്യൻ ഗെയിംസ്. അടുത്ത ചോദ്യം, ഏത് ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് കായിക താരങ്ങൾക്ക് നൽകുന്നതാണ് ഡേവിഡ് ഡിക്സൺ അവാർഡ്? ഡേവിഡ് ഡിക്സൺ അവാർഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് കായിക താരങ്ങൾക്ക് നൽകുന്നതാണ് ഡേവിഡ് ഡിക്സൺ അവാർഡ്. ഓപ്ഷൻ എ, കോമൺവെൽത്ത് ഗെയിംസ്. ലിംക ട്രോഫി, കെയ്റ്റാൻ ട്രോഫി എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിംക ട്രോഫി, കെയ്റ്റാൻ ട്രോഫി എന്നിവ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. ചെസ് ആണ്. ഓപ്ഷൻ സി, ചെസ്. ആഷസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ആഷസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ. കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപം. കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം. ഓപ്ഷൻ എ, കേരള നടനം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ. പ്രതിശീർഷ വരുമാനത്തിന്റെ മറ്റൊരു പേര്. പ്രതിശീർഷ വരുമാനത്തിന്റെ മറ്റൊരു പേര് ആളോഹരി വരുമാനം. ഓപ്ഷൻ ബി, ആളോഹരി വരുമാനം. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. ഓപ്ഷൻ എ, ദാദാഭായ് നവറോജി. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രധാനമന്ത്രി. ഓപ്ഷൻ സി, പ്രധാനമന്ത്രി. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഓപ്ഷൻ ബി, PC മഹലനോബിസ്. കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം. കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. 1994 ഏപ്രിൽ 23. ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ. ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10-നാണ്. പൗരത്വ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12-നാണ്. അമേരിക്കയിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. അപ്പൊ പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10-നാണ്. ശരിയാണ്.
പൗരത്വ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12 ശരിയാണ്. നാലാമത് തന്നിരിക്കുന്നത് തെറ്റാണ്. അമേരിക്കയിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് UK നിന്നുമാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്നത്? ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നിർദ്ദേശക തത്വങ്ങൾ. കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കുമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണമാണ്. അഭിനയ ദർപ്പണം. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ്? സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫിൻ. ഓപ്ഷൻ സി ഗ്രാഫിൻ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ. ഓപ്ഷൻ സി ലണ്ടൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എവിടെ നിന്നുമാണ് കടമെടുത്തത്? മൗലിക കടമകൾ റഷ്യയാണ്. ഓപ്ഷൻ ഡി റഷ്യ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം? ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓഗസ്റ്റ് 23. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ ഡി KB മേനോൻ ആണ്. ഓപ്ഷൻ ഡി KB മേനോൻ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സുസ്ഥിര വികസനം. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി? ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി സ്വജൽ ധാര പദ്ധതിയാണ്. ഓപ്ഷൻ ഡി സ്വജൽ ധാര പദ്ധതി. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം? കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87 ആണ്. ഓപ്ഷൻ സി 87. താഴെ കൊടുത്തവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള ഹെമ്മിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. കേരള കാളിദാസൻ, കേരള വർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരള പുഷ്കിൻ ONV കുറുപ്പ്, കേരള ഹെമ്മിംഗ്വേ MT വാസുദേവൻ നായർ. അടുത്ത ചോദ്യം, കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് 1973 1973. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഏത് സംസ്ഥാനക്കാരനാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗ്ദീപ് ധൻകർ ആണ്. ജഗ്ദീപ് ധൻകർ ഏത് സംസ്ഥാനക്കാരനാണ്? രാജസ്ഥാനാണ്. ഓപ്ഷൻ ബി രാജസ്ഥാൻ. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം. ക്വിറ്റ് ഇന്ത്യ സമരം 1942 1942. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഓപ്ഷൻ എ 5.5 മണിക്കൂർ മുന്നിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആരവല്ലി. മൗലിക കടമകളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകൾ ഉണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അപ്പം മൗലിക കടമകളെക്കുറിച്ച് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ മാത്രം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളാണുള്ളത്? 11 മൗലിക കടമകൾ. ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. ശരിയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ശരിയാണ്. ഇനി 4ാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല. 1857 വിപ്ലവത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആരാണ്? ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് R.C. മജുംദാർ ആണ്. R.C. മജുംദാർ. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ആണ്. 152. ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ വിലാപ ദിനമായാണ് ആചരിച്ചത്. 1905 ഒക്ടോബർ 16. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. അപ്പം ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ശരിയാണ്. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ശരിയാണ്. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ വിലാപ ദിനമായിട്ടാണ് ആചരിച്ചത്. ശരിയാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ചുവടെ പറയുന്നവയിൽ ശരിയായത് തന്നിരിക്കുന്നു. ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി, സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ, സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്ത്, സോഷ്യൽ സർവീസ് ലീഗ് KM മുൻഷി. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ശരിയാണ്. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെയാണ്. ശരിയാണ്. സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്താണ്. ശരിയാണ്. സോഷ്യൽ സർവീസ് ലീഗ് ആരുടേതാണ്? സോഷ്യൽ സർവീസ് ലീഗ് നാരായൺ മൽഹാർ ജോഷിയാണ്. നാരായൺ മൽഹാർ ജോഷി. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പ്രസ്താവനകൾ തന്നിരിക്കുന്നു. താത്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859.
1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. താത്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ശരിയാണ്. 1857 ബ്രിട്ടീഷ് വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാരായിരുന്നു? കോളിൻ ക്യാമ്പൽ ആയിരുന്നു. ശരിയാണ്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ശരിയാണ്. അടുത്ത ചോദ്യം. കപടഖരങ്ങൾ സ്യൂഡോസോളിഡ്സ് എന്നോ അതിശീതീകൃത ഖരങ്ങൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നോ അറിയപ്പെടുന്ന വസ്തു ചുവടെയുള്ളതിൽ ഏതാണ്? ഗ്ലാസ് ആണ്. ഗ്ലാസ്. കപടഖരങ്ങൾ അല്ലെങ്കിൽ അതിശീതീകൃത ഖരങ്ങൾ എന്നറിയപ്പെടുന്ന വസ്തു ഗ്ലാസ്. ചുവടെയുള്ളതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? രാസമാറ്റത്തിന് ഉദാഹരണം തന്നിരിക്കുന്നത് മെഴുകുരുകുന്നു, വെള്ളം ചൂടാക്കുന്നു, മരം മുറിക്കുന്നു, മെഴുകുതിരി കത്തുന്നു എന്നിവയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മെഴുകുതിരി കത്തുന്നു എന്നതാണ്. ഓപ്ഷൻ ഡി, മെഴുകുതിരി കത്തുന്നു. ക്രിസ്റ്റലോജനുകൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ്? ക്രിസ്റ്റലോജനുകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗ്രൂപ്പ് 14 ആണ് ക്രിസ്റ്റലോജനുകൾ. ഗ്രൂപ്പ് 14. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന രാസവസ്തു? ബ്ലീച്ചിങ് പൗഡർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബ്ലീച്ചിങ് പൗഡർ. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണമാണ്. ഓപ്ഷൻ ബി, വിസരണം. ഏത് മൂലകത്തിന്റെ അറ്റോമിക് നമ്പറാണ് 100? 100 ഏത് മൂലകത്തിൻ്റെതാണ്? ഫെർമിയത്തിന്റെ അറ്റോമിക് നമ്പറാണ് 100. ഫെർമിയം. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം. ഇവിടെ തന്നിരിക്കുന്ന രാജ്യങ്ങൾ USA, മെക്സിക്കോ, കാനഡ, ചിലി എന്നിവയാണ്. ഇതിൽ ആതിഥേയത്വം വഹിക്കാത്തത് ചിലിയാണ്. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. USA, മെക്സിക്കോ, കാനഡ. അടുത്ത ചോദ്യം. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ സി. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്കർവി ആണ്. സ്കർവി. മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം? വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായിട്ട് രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി? ശ്രീമതി വീണ ജോർജ്. ഓപ്ഷൻ ഡി, ശ്രീമതി വീണ ജോർജ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ജനീവ. ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്നത് സിസ്റ്റളി എന്നാണ്. സിസ്റ്റളി. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യമന്ത്രി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്? വയനാട്, പാലക്കാട് ജില്ലകളാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്? വയനാട്, പാലക്കാട്. ഡാഷിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് പെല്ലഗ്ര. പെല്ലഗ്ര. നിയാസിൻ. നിയാസിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. നിയാസിൻ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം? പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. 206.
താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്ന് അറിയപ്പെടുന്നത്. പന്നിയൂർ വൺ എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? പന്നിയൂർ വൺ കുരുമുളകാണ്. ഓപ്ഷൻ ഡി കുരുമുളക്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളിന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളാണ്. ചുവപ്പ്, പച്ച. ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണമെന്ന നിബന്ധനയുള്ള സർക്കാർ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? 1/3 ഭാഗം. ഓപ്ഷൻ ബി ആണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ സി 7. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വമാണ് പാസ്കൽ നിയമം. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. നെയ്യാറ്റിൻകര. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017. കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേര്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം എന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 4A. ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ്. ശ്രീ യു ഷറഫ് അലി. ദേശീയ പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ് പോർട്ടൽ ഗതി. ദേശീയ പാതകളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വെബ് പോർട്ടലാണ് ഗതി. കേരളം നാളികേര വർഷമായിട്ട് ആചരിച്ചത്. നാളികേര വർഷം.
2008 2008. 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നാണ്. ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? 3-ാം പദ്ധതിക്കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ്. വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി. രാജ്യസഭയുടെ കാലാവധി സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? മങ്കയം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം അമിനോ ആസിഡ്. 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്ന പേരാണ് ബ്ലാക്ക് ബജറ്റ്. 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്ന പേരാണ് ബ്ലാക്ക് ബജറ്റ്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് അറ്റോർണി ജനറൽ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ നാഗം അയ്യയാണ്. നാഗം അയ്യ. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രിയാണ്. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രി. രാമാനുജ സംഖ്യ ഏത്? രാമാനുജ സംഖ്യ 1729 രാമാനുജ സംഖ്യ. 1729. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏത്? ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ദാമോദർ നദിയാണ് ജൈവ മരുഭൂമി എന്ന് അറിയപ്പെടുന്നത്. ദാമോദർ നദി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം? വൈക്കം സത്യാഗ്രഹം 1924. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010 2010. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം? ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885. 1885.
പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നേത്രരോഗമാണ് തിമിരം. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നേത്രരോഗം തിമിരം. അവസാനത്തെ ചോദ്യമാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആണ്. ഡിസംബർ 10. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.